ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഏതാണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി. ഇനി കുറച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ കുറച്ച് പടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഫ്ലൈറ്റ് ഉണ്ട്, മറ്റത് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയും. പിന്നെ അതിൻ്റെ പുറകിൽ ലൈറ്റ്നിങ് ഉണ്ട്, ഇടിമിന്നൽ ആണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. So we are going to discuss about some applications of electrostatics. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലത്തും കടന്നു വരുന്നുണ്ട്. അതിൽ 1-2 എക്സാമ്പിൾ എടുത്ത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് ഫോട്ടോ കോപ്പിയർ ആൻഡ് ലേസർ പ്രിൻ്റർ. ഫോട്ടോ കോപ്പിയർ മെഷീനും ലേസർ പ്രിൻ്ററും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസവും ആവശ്യമുള്ള ഒരു കാര്യമാണ്, അല്ലേ? നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഒരു പേപ്പർ കൊണ്ട് വെച്ച് ഒരു വെള്ള ലൈറ്റ് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്കറിയാവും. നമ്മളതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് അതിൻ്റെ പിറകിലുള്ളത്. അതുപോലെ തന്നെ ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സ്, ലേസറിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൂ. ഇങ്ക് ജെറ്റ് പ്രിൻറ്റേഴ്സ്, അതോടൊപ്പം തന്നെ സ്പ്രേ പെയിൻറ്റിങ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ഫോട്ടോ കോപ്പിയർ, അതുപോലെ ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, സ്പ്രേ പെയിൻറ്റിങ്, പിന്നെ ഇതിനേക്കാളും രസകരമായിട്ടുള്ള മറ്റു സംഭവമാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയും. അപ്പോൾ ഇത് 3 ഒപ്പം മറ്റൊരു ആകർഷണമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസും കൂടി നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഫോട്ടോ കോപ്പിയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോ കോപ്പിയറിൻ്റെ പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഫോട്ടോ കോപ്പിയർ ആൻഡ് ലേസർ പ്രിൻറ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മെത്തേഡാണ് നമ്മൾ ഫോട്ടോ കോപ്പി മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. The process involves creating an electrostatic image of the document or image to be printed on a photosensitive drum, which is then developed and transferred to paper. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു കൊച്ചു വീഡിയോയുടെ സഹായത്തോടുകൂടി കാണാൻ പറ്റും. ഇത് യൂട്യൂബിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ കോപ്പിയർ മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് കാണാനായിട്ട്. A photocopy machine has following important components: a halogen lamp, a photosensitive drum, a toner or an ink drum, and a conveyor belt for loading blank papers. ഇത്രയാണ് ഒരു ഫോട്ടോകോപ്പി മെഷീൻ്റെ ഡിവൈസുകൾ. ഇവിടെ ഒരു ഹാലജൻ ലാമ്പ് ഉണ്ട്, ഇതങ്ങോട്ട് മാറി ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ട് ഡ്രം ഉണ്ട്, ഒരു ടോണർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബെൽറ്റ് ഉണ്ട്, കൺവെയർ ബെൽറ്റ് എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. So here's how it works. When you place the document you want to be copied upside down on the glass and press the start button, an intense beam of light scans across the document from top to bottom. This light then gets reflected and falls on the photosensitive drum. Now here's where the magic happens. This photosensitive drum is a metal roller which is electrostatically charged by a high voltage wire called a corona wire. ഒരു ഡ്രം ഉണ്ട്, അവിടെ ചാർജുകൾ ഫോം ചെയ്ത് കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് പ്ലസ് ആണെങ്കിൽ മറ്റു സ്ഥലത്ത് മൈനസ് ആണ്. പിന്നെ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്കറിയേണ്ടത്, എങ്ങനെയാണ് ഒരു പേപ്പറിൽ നമ്മൾ കാണുന്ന അത് ഫോട്ടോ കോപ്പി ചെയ്ത് വരുന്നത് നമുക്ക് നോക്കാം. This metal drum is coated with a photosensitive chemical called selenium. It is a semiconductor, so it has the property to act as an insulator in dark areas, and when light falls on it, it conducts electricity. Now have a look at the document we wanted to copy. When a beam of light was scanned across the document, light got reflected from the white areas, whereas printed letters being black did not reflect any light. When this reflected light falls on the photosensitive drum, the areas of the photoconductor, which was exposed to light, becomes conductive and gets discharged, whereas the area of the drum which was not exposed to light remains negatively charged. Thus we get an electrical shadow of the page on the photosensitive drum. Further, as the photosensitive drum rotates, it carries this electrical shadow towards the toner. The toner is a positively charged, so the toner particle sticks to the electrical shadow which is negatively charged. Thus, an inked image of the document is formed on the drum. Then, a blank sheet of paper is fed up from the hopper. As it moves along, the paper is given a strong electrical charge. Thus, the toner image is transferred from the surface of the drum onto a piece of paper. This paper then passes through 2 hot rollers. The heat and pressure from the rollers permanently fuses the toner particles on the paper, and thanks to these rollers, the final copy feels so warm and soothing.
സോ ഫൈനൽ കോപ്പി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോട്ടോ കോപ്പിയർ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇനിയുണ്ട് ആപ്ലിക്കേഷൻസ് ഏകദേശം ഇതിന് സമാനമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്പ്രേ. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടത് എന്താ പറയുക, ഫോട്ടോ കോപ്പിയർ മെഷീൻ്റെ പ്രിൻറ്റിങ് നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടു. അതിൻ്റെ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ഉണ്ട്, സ്പ്രേ പെയിൻറ്റിംഗ് ഉണ്ട്, അതുപോലെയുള്ള 1-2 ആപ്ലിക്കേഷൻസും കൂടിയുണ്ട്. അപ്പം അടുത്തത് നമുക്ക് ഈ സ്പ്രേ പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ What is electrostatic spraying? BioPlanet's product is added to water, then combined with high-pressure air as it travels through the spray gun nozzle. The spray is atomized as the droplets pass an electrode inside of the nozzle head. Electrons are induced onto the droplets as they leave the nozzle with a highly negative charge. The negatively charged droplets are carried by a stream of air following the electrical field of force lines towards the target without losing their charge. The closer the charged droplets get to the target, the stronger the electrostatic force of attraction. The droplets have a force of attraction 75 times that of gravity, allowing them to reverse direction, move upwards against gravity, and wrap around the target, coating all hidden surface areas and providing complete and total coverage. Within minutes, the fine spray dries, and the BioPlanet protective product bonds to the surface area, ready to destroy deadly and harmful organisms. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇതാ വലിയ മിന്നലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ മിന്നലിൻ്റെ പിന്നിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇടിവെട്ട് മിന്നലുണ്ടാകുന്നത് നിങ്ങൾക്കറിയാവോ? മിന്നലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസസ്സാണ്. കാരണം നമുക്കറിയാം, ക്ലൗഡ്സ് വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഫ്രിക്ഷൻ, മറ്റുള്ള ക്ലൗഡ് പാർട്ടിക്കിളോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഒക്കെ ആയിട്ടൊക്കെ ഫ്രിക്ഷൻ ഉണ്ടായിട്ട് വലിയ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ഈ ചാർജ് വളരെ അധികം നിന്ന് കഴിയുമ്പോൾ ഇത് എർത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡിസ്ചാർജിങ് പ്രോസസ്സാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ്നിങ്ങും ഇത് ഒരു എക്സാമ്പിളാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ. ഇനി അടുത്തത് നമുക്ക് വളരെ ആകർഷകമായിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാം. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ? അതായത് നമുക്കറിയാം, ഇപ്പം നമുക്ക് വൈദ്യുതി, നമ്മുടെ നല്ലൊരു ശതമാനം വൈദ്യുതി നമുക്ക് അറ്റോമിക് എനർജി പ്ലാന്റിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ അറ്റോമിക് എനർജി പ്ലാന്റിലൊക്കെ ഓരോ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സിനെ നമ്മൾ കൺട്രോൾഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെരി ഹൈ വോൾട്ടേജ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ഇലക്ട്രിസിറ്റി പോരാതെ വരും. അപ്പോൾ ഇവിടെ വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഏകദേശം ഒരു 1 മില്യൺ അല്ലെ 5 മില്യൺ ഇലക്ട്രോൺ വോൾട്ടൊക്കെ ചാർജസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിക്കാം. അപ്പോൾ വാൻ ഡി ഗ്രാഫ് ഒരാളുടെ പേരാണ്. അദ്ദേഹത്തിന് നമുക്കിപ്പോൾ കാണാനായിട്ട് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. ആ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, ഒരു സ്കെയിൽ എടുത്ത് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ ഒരു പ്രോസസ്സാണ് ഇതാ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെയാണ്. നമുക്കത് കൂടി നോക്കാം. Van de Graaff generator. Van de Graaff generator is an electrostatic generator which is capable of producing enormously large static electric potential as high as 20 million volts. It is designed by American physicist Robert J. Van de Graaff. റോബോട്ട് ജെ വാൻ ഡി ഗ്രാഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഒരു 20 മില്യൺ വോൾട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു നിസ്സാരപ്പെട്ട വോൾട്ടേജ് അല്ല, നിങ്ങൾക്കറിയാം. ഇനി അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? It is based on the principle that if a charged conductor is brought internally in contact with the hollow conductor, all the charges from the inner conductor is transferred to the surface of outer conductor, no matter what amount of charge is already present on outer shell. A simple Van de Graaff generator consists of a belt made of rubber running over a pair of rollers, one of which is surrounded by a hollow metallic sphere mounted on an insulated stand. ഉണ്ടല്ലോ, ഇവിടെ ഒരു മോട്ടറുണ്ട്, ഒരു ബെൽറ്റ് ഉണ്ട്.
ഇതിന് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ചെറിയ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്. 2 റോളറുണ്ട്. അപ്പം ഈ മോട്ടർ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചാർജസ് ഉണ്ടാകുകയും ചാർജസ് മുകളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇത് കാണാം ഈ വീഡിയോയിലൂടെ. Electrons emitter in the form of comb made up of sharp metal points is positioned near the lower roller in such a way that the comb is pointed towards the rubber belt. The comb is maintained at high positive voltage by external supply. Another comb called receiver comb is positional near the upper roller and is connected to a hollow metal sphere. A motor is connected to a bottom roller in order to move the belt. When the motor is turned on, മോട്ടർ the കറങ്ങുന്നത് belt കാണാൻ moves പറ്റും. over the ഇപ്പോൾ pulley. ചാർജ് ഉണ്ടാവുന്ന മുകളിലേക്ക് മൂവ് Spray comb positioned near the lower roller, which is connected to high positive potential, sprays positive charges on the outer side of the belt. Charges on the belt are carried upwards ചാർജ് മുകളിലേക്ക് and പോകുന്നത് are കാണാൻ collected പറ്റും. by ഈ the ചാർജ് receiver മുകളിൽ comb അക്യുമുലേറ്റ് on the ചെയ്യപ്പെടുകയും top of the ചാർജിന്റെ അളവ് generator. കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. Since the upper comb is connected to hollow conductor, the charge gets transferred to a hollow sphere. നമ്മൾ ആദ്യം കണ്ട ഒരു ചിത്രം ഇതിൻ്റെ ആയിരുന്നു, നല്ല ഭംഗിയുള്ള. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഈ പ്രോസസ്സിലൂടെ ചാർജസ് മുകളിലേക്ക് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നോക്കാം. Since the belt continuously carries positive charge to the receiver comb, the spherical shell collects enormous amount of charges and develops huge potential. It becomes difficult for the surface to hold more and more charges due to the force of repulsion between the light charges on the dome. When the potential of the spherical shell exceeds the breakdown value of air around the sphere gets ionized and leakage of charge takes place from the sphere. Van de Graaff generator produces a beam of high energy particles in the range greater than megavolt. മില്യൺ ന്യൂട്രോൺ വോൾട്ടോളം വോൾട്ടേജ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. നമുക്കത് അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇത് മറ്റ് ഒരുപാട് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഫിസിക്സിലെ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പോലെയുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയുള്ള ഹൈ വോൾട്ടേജ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വാൻ ഡെ ഗ്രാഫ് ജനറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് എയറോപ്ലെയിൻ, അല്ലേ? നമ്മൾ പ്ലെയിൻ കണ്ടിട്ടുണ്ടല്ലേ? ഇപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങോട്ട് ഇപ്പോൾ പറന്നു വരും, നമുക്ക് കാണാം. അപ്പം എയറോപ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ വളരെ അധികം ചാർജുകൾ അതിൻ്റെ സർഫസിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ ക്ലൗഡ്സിനെ കുറിച്ച് പറഞ്ഞു, ക്ലൗഡ്സ് മൂവ് ചെയ്യുമ്പോൾ ചാർജ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ എയറോപ്ലെയിൻ ക്ലൗഡ്സിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ചാർജുകൾ എയറോപ്ലെയിൻ്റെ സർഫസിലുണ്ടാവും. ഈ ചാർജുകൾ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇത് പൊട്ടിത്തകർന്നു പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ എൻജിൻ റീഫ്യൂവൽ ചെയ്യുന്ന സമയത്ത് ആണ് ഈ സ്പാർക്കുകൾ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞു. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചില സൂത്രപ്പണികൾ പ്ലെയിനിൽ തന്നെയുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ഒരു പ്ലെയിൻ കൂടുതൽ പറന്ന് വരുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഈ എയർപ്ലെയിനിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ആ ഒരു വിങ്സിൻ്റെ ബാക്ക് സൈഡിൽ ചില ഷാർപ്പ് എഡ്ജസ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പ്ലെയിൻസ് പറന്ന് പോകുന്നില്ല. അപ്പോൾ ഈ പ്ലെയിനിൻ്റെ അപ്പോൾ ഈ പ്ലെയിൻ ഇതിൻ്റെ ഒരു പ്രത്യേക ബോഡി സ്ട്രക്ചറിലിട്ട് നമുക്ക് ഈ ചാർജസിനെ ചാർജസ് മുന്നോട്ടാകുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആസ് ദ എയർക്രാഫ്റ്റ് ട്രാവൽ അറ്റ് വെരി ഹൈ സ്പീഡ് ഇൻ ദ എയർ, ദിസ് ഹൈ സ്പീഡ് കോസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഓഫ് ദ എയർക്രാഫ്റ്റ് ആൻഡ് ദ എയർ, and hence a static charge is developed on the outside of the aircraft. These static charges can be highly dangerous. Hence, sharp metal rods are attached to the aircraft wings, dissipates the charge to the atmosphere quickly. അപ്പോൾ ഇതാ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ ചിത്രത്തിൽ ഫ്ലൈറ്റിൻ്റെ പുറകുവശത്ത് കണ്ടല്ലോ ഷാർപ്പ് എഡ്ജായിട്ടിരിക്കുന്നത്. നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല, പക്ഷേ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ ചാർജസ് തിരിച്ച് ക്ലൗഡ്സിലൂടെ തന്നെ പോവും, ഇല്ലേ? അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ആദ്യം
ലേസർ പ്രിൻ്റർ ആണെങ്കിൽ പിന്നീട് ഇൻവിജ്വൽ പ്രിൻ്റർ ഉണ്ട്, പിന്നെ വാൻഡിഗ്രാഫ് ജനറേറ്റർ ഉണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടർന്നും പഠിക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് കാണും വരെ